ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് എന്താണ്? നോർമലാകും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് വിളിച്ച് നമ്മുടെ എന്താണ് അതെ തന്നെ. അപ്പോൾ നമ്മുടെ Q&A വീഡിയോ ആണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന്. ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ആസ്ക് മീ 54 Q&A വീഡിയോന്. അപ്പോൾ അതിന് വന്ന 50 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ വായിക്കാൻ പോകണം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവരൊക്കെ ആരാന്ന് ഫസ്റ്റ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, വൈക ഇത് ഇവരൊക്കെ എൻ്റെ കൂടെ പഠിക്കുന്നതാണ്. നമ്മളൊക്കെ സേവ് യുവർ ക്ലാസ്മേറ്റ്സ് ആണ്. ഞാൻ C ക്ലാസ്സിലും ഇവരൊക്കെ ഈ ക്ലാസ്സിലും പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതാണ് വൈഗ PK, എൻ്റെ കൂടെ പഠിക്കുന്നതാണ്. ഇതാണ് അനന്യ, ഇത് എൻ്റെ കൂടെ പഠിക്കുന്നതാണ്. ഇത് നിവേദ്യ, ഇവിടെ എൻ്റെ കൂടെ പഠിക്കുന്നത് ലിഡിയ. ഇവരൊക്കെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. നമ്മളൊക്കെ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ എൻ്റെ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഡാൻസ് പാർട്ട്ണർ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ Q&A വീഡിയോന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കിടക്കാം. ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യനും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഫേവറേറ്റ് മൂവി എനിക്ക് സത്യം പറഞ്ഞ ഫേവറേറ്റ് മൂവി ഇല്ല. കാരണം എനിക്ക് എല്ലാ മൂവീസും ഇഷ്ടമൊക്കെയാണ്. പിന്നെ ഫേവറേറ്റ് സോങ് ഇല്ല എനിക്ക്, അങ്ങനെ അതെ. പിന്നെ പിന്നെ ഇതിനകത്ത് വെക്കേഷൻ ടൂർ പോയോന്നുണ്ട്. വെക്കേഷൻ ടൂറില്ല, ഇപ്പൊ ഞങ്ങളിപ്പോ സ്കൂൾ ടൂറിലാണ്. അതെ, അപ്പൊ മൈസൂരിൽ ഞങ്ങളുടെ റിസോർട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് വിചാരിച്ചത് വീഡിയോ ചെയ്യാം. അപ്പോൾ വെക്കേഷൻ ടൂറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വെക്കേഷൻ ടൂർ ഞാൻ പോയില്ല. അപ്പം ഓരോരോ മരണങ്ങളൊക്കെ ആയതുകൊണ്ട് ഓരോ ആഴ്ചയിലൊക്കെ നമുക്ക് പോകാനില്ല. അപ്പോൾ ഇവളുണ്ട് ഇനി എൻ്റെ കൂടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഹോം ടൂർ ചെയ്യുമെന്നുണ്ട്. ഹോം ടൂർ ചെയ്യാൻ ഞാൻ ചെയ്യാൻ വിചാരിച്ചു കുറേ പ്രാവശ്യം ഞങ്ങൾ തൂക്കി പോകും. പക്ഷെ ഒരു വീട്ടിൽ ഒരു സാധനം ചെയ്യാൻ സമ്മതിക്കില്ലാന്ന്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ വീട്ടിലെങ്ങനെ അല്ലേ? അപ്പൊ ഹോം ടൂർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, അപ്പൊ ഹോം ടൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോം ടൂർ ഞാൻ പറഞ്ഞത് പിന്നെ ഹോം ടൂറിന് ചെയ്യാണ്ട് എൻ്റെ വീടിന്റെ മുകളിലത്തെ വില സത്യം പറഞ്ഞാൽ പണി കഴിഞ്ഞിട്ടില്ല. അപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മൊത്തത്തിൽ ഹോം ടൂർ എന്തായാലും ഇട്ടിരിക്കുക. എല്ലാവരും അതിന് വേണ്ടി സ്റ്റേറ്റ് ഇട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേറെ ആർ ഫ്രം ആണ്. അപ്പൊ ഞാൻ വേൾഡിൽ നിന്ന്, ഏഷ്യയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, കോഴിക്കോടിൽ നിന്ന്, കാരന്തൂരിൽ നിന്ന്, കൊളാറ്റത്ത് നിന്ന്, ഓക്കെ ഞാൻ പറയില്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ അതേ സ്ഥലക്കാരി, ഞങ്ങൾ സെയിം നാട്ടുകാരാട്ടോ. ശ്രീനന്ദൻ എന്താ ഇന്റർവ്യൂവിനും ഉദ്ഘാടനത്തിനൊക്കെ എന്തായാലും മുട്ടിപ്പോയോ സംഭവം പറഞ്ഞു കഴിഞ്ഞു. ഇത് തന്നെയല്ല നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ചെയ്യണം. പിന്നെ വാട്ട് ഈസ് യുവർ ബിഗ് ഡ്രീം? ബിഗ് ഡ്രീം ഇല്ല, അതാണ് സത്യം. നിനക്ക് ആർക്കും എന്തുണ്ടോ ബിഗ് ഡ്രീം? അത് നമ്മളത് വെളിപ്പെടുത്താൻ പാടില്ല. അത് ഡ്രീം അല്ല കേട്ടോ, ജീവിതം. പത്താം ക്ലാസ് ആയതുകൊണ്ട് ട്യൂഷൻ തിന്നു. ജീവിതം. അതെ, ആ ബിഗ് ഡ്രീം സത്യം പറഞ്ഞാൽ ഇല്ല. അപ്പൊ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ അതിനെ കുറിച്ച് ആലോചിക്കാൻ കുറച്ചും കൂടി പണ്ടത്തെ പിന്നെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് യുവർ സ്കൂൾസ്? ഗുഡ്. ഇവരൊക്കെ സ്കൂളിൽ തന്നെ. അപ്പൊ ഇവര് പറയും, ഞാൻ പറയും. ഞങ്ങൾ പഠിക്കുന്ന സേവേജസ് ഒപ്പീനിയൻ പറയും. ഞങ്ങളുടെ സ്കൂളിനെ പറ്റി ഞാൻ പേര് പറയില്ല. ഞാനും ഒരു സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ അവിടെ പഠിച്ചിട്ട് ഞാൻ 5ലാണ് ജോയിൻ ചെയ്ത്, ഇപ്പോൾ 10th-ലാണ്. സോ 3 ഇയേഴ്സിൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ നല്ല സ്കൂളാണ്. ഫെസിലിറ്റീസ്, ടീച്ചേഴ്സൊക്കെ എല്ലാത്തിനും സപ്പോർട്ടീവാണ്. ഇത്രയും കാലം നമ്മൾ ഓരോ കുറ്റം അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ, ഓരോ മൈനോട്ട് കാര്യം.
പക്ഷെ 10ാം ക്ലാസ്സിൽ മനസ്സിലായി നല്ല സ്കൂളായിരുന്നു, വെറുതെ ഒരു കുറ്റം കണ്ടുപിടിച്ചാൽ. ഇപ്പൊ പോകാൻ നേരത്തെ എന്തൊരു സങ്കടം, ജീവിതത്തിന് സീറ്റിട്ട് പോകാൻ. 10ാം ക്ലാസ്സിലെത്തി ഗൈസ്. അപ്പൊ ഞങ്ങള് കുറച്ചുകൂടി മാസം കഴിഞ്ഞാലും അപ്പം എനിക്കും അതേ ഒപ്പീനിയൻ തന്നെയാണ് വരുന്നത്. വൈകയ്ക്കോ? സ്കൂളിനെ കുറിച്ച് നല്ല സ്കൂളാ. ലിഡി 9-ലാട്ടോ വന്നത്. അതുകൊണ്ടാട്ടോ ലിഡിയക്ക് ഇതിനാണ് സ്കൂളിനെ പറ്റി സത്യം പറഞ്ഞാൽ പോയില്ല. 6ലെ പകുതിയായിട്ടാണ് ഞങ്ങള് 8ാം ക്ലാസ് മുതലാണ് നമ്മൾ ഒരുമിച്ച് കണ്ടത്. LKG മുതലേ ഞങ്ങള് 7ാം ക്ലാസ് മുതലാണ് കണ്ട് പരിചയത്. ഇവിടെ 9 ഞങ്ങൾ എന്നാ കണ്ടുപിട്ടിയോ ഞങ്ങൾക്ക് പറഞ്ഞു. അതേ സത്യം. ഇവിടെ പിന്നെ വീടിനടുത്തായിട്ട് പിന്നെ സ്ഥിരം കാണല്. സ്കൂളായാണ് പരിചയം. അടുത്ത് പോയി കൊളായത്തായിട്ട് ഡാൻസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. എവിടെ ണ്ടല്ലോ. അപ്പൊ സ്കൂളിൽ വെച്ച് ഒപ്പീനിയൻ പറഞ്ഞു. അപ്പൊ നല്ല സ്കൂളാണ്, എല്ലാവരും അടുത്ത അഡ്മിഷൻ ഇടാം. പിന്നെ ഡ്രസ് കളക്ഷൻ ഉണ്ടോ? ഇല്ല അത്രേ ഉള്ളൂ. വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യണേ. ഇപ്പൊ ചെയ്യാ അപ്പൊ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറയുമ്പോ ഞാൻ ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ ടൂറിന് കൊണ്ടുപോകുന്ന ബാഗ് ഇവിടെ നിരന്ന് വെക്ക. അത് വേണ്ടല്ലേ? അത് ഇതിനകത്ത് ചോദിച്ചത് എന്ത് തരം ബാഗ്? അതായത് പുറത്ത് കൊണ്ടുപോകുന്ന ബാഗാണോ, അതല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗാണോ, അല്ലെങ്കിൽ വേറെ എവിടെയും കൊണ്ടുവന്ന ബാഗാണെങ്കിൽ ഒന്ന് പറയണം. ചെയ്യാനാ ഹൗ ഡു യു എഡിറ്റ് യുവർ? ഞാൻ തന്നെ എടുത്തിട്ടോ അവസ്ഥ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഹൗ ഡു യു എഡിറ്റ് യുവർ വീഡിയോസ്? ഞാൻ ഇൻഷോട്ട് കൂടി അടിപൊളിയായിട്ടോ. ഇൻഷോട്ട് മോസ്റ്റ്ലി സോ ഗുഡ്, നല്ലതാണ്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പൈസ കൊടുത്താക്കിയാൽ കുറച്ചും കൂടി ഫെസിലിറ്റീസ് കിട്ടും. അത്രമാത്രം ടെക്നോളജിക്കലി വളരാത്തത് കൊണ്ടും പ്രോഫിറ്റ് ഇല്ലാത്തത് കൊണ്ടും ചെയ്തിട്ടില്ല. ഞാൻ കടന്നു പറഞ്ഞോട്ടെ ഈ വീഡിയോ. അപ്പൊ കുറക്കാറുണ്ടല്ലോ. ഞങ്ങൾ ടൂറ് തന്നിട്ട് ഞങ്ങൾ രാവിലെ എണീച്ച് പോകുന്നതാ. ഇവിടുത്തെ പിന്നെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, പേര് പറയുന്നില്ല. അപ്പൊ നമുക്ക് അടുത്ത ദിവസം നോക്കുകയാണെങ്കിൽ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ചേച്ചിയുടെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് നേരത്തെ ഫോട്ടോ നേരത്തെ ഇത് ഫ്രണ്ട്സിന്റെ അത് ഫ്രണ്ട്സ് മിസ്റ്റേക്ക്. ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ഫോട്ടോ ഈ ഫോട്ടോ എടുത്തോളൂ. ഇത്രേ ഉള്ളൂ. ഇതാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ ഏജ് ചോദിച്ചിട്ടുണ്ട്. എന്റെ ഏജ് പ്രായം പറയാൻ പാടില്ല. ഞാൻ പറയുന്നില്ല. ഓക്കെ ഞാൻ പറയുന്നില്ല. പറയാൻ പാടില്ല. 10ാം ക്ലാസ്സാ പറഞ്ഞതും പോരാ. 10ാം ക്ലാസ്സിൽ പല ഏജ് ഉള്ളവരുണ്ട്. 2009 ജനിച്ചവരുണ്ട്. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചത്താലും പറയും. യൂട്യൂബിലോളെ പറയും. ഓക്കെ, ഞാൻ അടുത്തത്
പ്രാങ്ക് വീഡിയോസ് ചെയ്യുമോ? പിന്നെ ഇവിടെ ഇപ്പൊ ചെയ്താളാ എന്റെ ടീച്ചേഴ്സിനെ കല്യാണം വയ്യ അവന്റെ അമ്മ വിളിക്കോട്ടെ ഇപ്പൊ തന്നെ വിളിക്കും. പ്രാങ്ക് വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്, പക്ഷെ എനിക്ക് പ്രാങ്ക് ചെയ്യാൻ ആൾക്കാർ കിട്ടില്ല. അത് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞതല്ല, പ്രാങ്ക് ചെയ്ത് നടക്കില്ല. ഞാൻ സത്യം എന്താ ആ പാമ്പിനെ കൊണ്ടിരുന്നിട്ട് ഗവൺമെന്റ് ഒട്ടിയെടുത്തുണ്ട്. ഞാനുണ്ടല്ലോ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാമ്പിന് ഉപ്പിലൊരു പാമ്പിന് കൂടെ നടന്നേ, അത് പറ്റങ്ങ് കൊണ്ടുപോയി. പിന്നെ പാമ്പിനെ ഞാൻ കണ്ടില്ല. അതല്ല ഞാൻ പറഞ്ഞു, ചെയ്യാത്തതല്ല നടക്കാത്ത. അത് കഴിഞ്ഞ് ഇനി ഫേവ് സബ്ജക്ട് മാത്സ് ഒക്കെ ആകെ മാർക്ക് മാത്സ് മാറിയടി. മാത്സ് ഇഷ്ടല്ല. ഈ വണ്ടുകൂടി അപ്പൊ ഫേവ് സബ്ജക്ട് ഏതാണെന്നാണ് ചോദിച്ചത്. എനിക്ക് അങ്ങനെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഫേവറേറ്റ് ഒരു സബ്ജക്ട് ഇല്ല. 10ാം ക്ലാസ് എത്തിയാല് എല്ലാ സബ്ജക്റ്റിനോടും ഒരുമാതിരി ഒരു ഇതാണ്. ഞാൻ മറച്ചുകൊണ്ടേ എനിക്ക് കുറച്ചും കൂടി താല്പര്യമുള്ളത് ഇല്ല. മലയാളം എനിക്ക് താല്പര്യം. അതിനൊക്കെ എനിക്ക് നല്ല മാർക്കാണ് ടോട്ടല്. അനക്ക് ഏതെങ്കിലും ഫേവറേറ്റ് സബ്ജക്ട് പഠിക്കും? എനക്കോ പിന്നല്ല എല്ലാം ഹിന്ദിയാ. ഹിന്ദി മേരാ തേർഡ് ലാംഗ്വേജ്. അവിടെ എന്നോട് കളിക്കുന്നത് ഞാൻ പൊട്ടത്തിയോ കണ്ടാണല്ലോ. ഇത്ര കത്തുണ്ട് ഞാൻ ആദ്യമായിട്ട് അറിയുന്നേ. പുറത്തുണ്ട് യൂട്യൂബിൽ കാണുന്നതാ. എന്തോന്ന് എന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാ? ഇംഗ്ലീഷ്. ഒമ്പത് ചിഞ്ചിഞ്ചാക്കടി. അപ്പൊ എന്തിനി മലയാളം. നമ്മളെ മലയാളം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമോ? ഞാൻ ചെയ്തില്ല. ഞാൻ ഈവനിങ് ആണ് ചെയ്തത്. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യും എന്നെങ്കിലും. അത് കഴിഞ്ഞിട്ട് മൈ ലൈഫ് ചെയ്യുമോ? ഒറിജിനൽ നെയിം എന്താ? ഈ യൂട്യൂബിൽ എന്റെ ജസ്റ്റ് ഫോർ രസം. എന്റെ ഒറിജിനൽ നെയിം എന്താണ്? ശ്രീനന്ദ. അതെന്റെ ചെരുപ്പ് കളക്ഷൻ ഉണ്ടോ? ഇല്ലേ. അപ്പൊ ചെരുപ്പ് കളക്ഷൻ ഒന്നും ഇല്ല ഗൈസ്. അപ്പൊ നമ്മള് അത്രയൊന്നുമില്ല. പിന്നെ ആദ്യം ചെയ്യുന്നത് എക്സ്പെരിമെന്റ് ചെയ്യുമെന്നാണ്. ഞാൻ ആദ്യം എക്സ്പെരിമെന്റ് ചെയ്യണ്ടെങ്കിൽ ആണല്ലോ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ചെറുതാണ് സത്യസന്ധ ഈ കോഴിയാണോ കഴിക്കുന്നത്? അങ്ങനെ ദോഷമില്ലല്ലേ. യൂട്യൂബറാണ്. പക്ഷെ ആദ്യം ചെന്ന ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. അത്രേ പറയാൻ പറ്റും. 10ാം ക്ലാസ്സല്ലേ. അപ്പൊ അത്രേ പറയാൻ പറ്റുള്ളൂ. 24 hour ഫോണിൽ പഠിച്ചോണ്ടിരിക്കുകയാണ്. ശരിക്കും പഠിപ്പിയാണ്. ഫെബ്രുവരി 14 എന്താ പരിപാടി? എനിക്ക് ക്വസ്റ്റ്യനാ. ഫെബ്രുവരി 14 എന്താ പരിപാടി? വെറുതെ കുത്തിരിക്കും. സ്കൂളിൽ സിംഗിൾ നമ്മൾ ഫുൾ സിംഗിൾ. പിന്നെ ഫെബ്രുവരി 14 ഞാൻ അങ്ങനെ വീട്ടിലിരിക്കുന്നുണ്ട്. അല്ലല്ലോ സ്കൂളിൽ പോകും. ക്ലാസ് ഉണ്ടാവും. പിന്നെ ഞാൻ ചില ദിവസം പോകുന്നില്ല കേട്ടോ. എന്നാലും ഫെബ്രുവരി 14 ചോക്ലേറ്റ് മേടിച്ചിട്ടാ ആരാ എമ്പടായി കൊടുക്കട്ടെ. ചോക്ലേറ്റ്. പിന്നെ സ്കൂളിലെ ബെസ്റ്റ് പറഞ്ഞല്ലേ അതും. പിന്നെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇവിടെ മുതൽ. അപ്പൊ വീണ്ടും മറ്റേ ക്വസ്റ്റ്യൻ തന്നെ വന്നിരിക്കുന്നത്. സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് നെയിം പറയൂ. ക്രഷിന്റെ നെയിം പറയും. എനിക്കറിയില്ല കേട്ടോ. സത്യമാണെങ്കിൽ ക്രഷ് ഇല്ല. എനിക്ക് അങ്ങനത്തെ വികാരമില്ല. ക്രഷില്ല.
എല്ലാരും വായ നോക്കി വായ നോക്കല കണ്ടില്ല. ഒരു മറ്റേ മെന്റലിസ്റ്റ് മെന്റലിസത്തിന് ഒരു ചേട്ടൻ ഇട്ടത് വായനോട്ടല്ല ഇനി പറയാൻ, ശരിക്കും പറയാ ഒബ്സർവേഷനാ. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്റെ ഒബ്സർവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ 5 ആള് ഭയങ്കര ഒബ്സർവേറ്റർ. ഞാൻ ഇല്ല, നിങ്ങൾ ഓള് ഏറ്റവും വലിയ വായ നോക്കാറില്ല. വായ നോക്കല്ല, ഒബ്സർവേഷൻ. ഞാൻ ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ. വായനോട്ടം എന്ന് വെച്ചാ വായക്ക് അതാണ് വായനോട്ടം. കൃഷിന്റെ നെയിം അങ്ങനെ ഇല്ല ഗൈസ്, കൃഷി ഇല്ല എനിക്ക്. അല്ല ഞാൻ ഓണല്ലേ നോക്കാൻ പോയി പ്രസംഗിച്ചാൽ പിന്നെ അനക്ക് കൃഷി ഉണ്ടോ? ഇല്ലാത്ത ഒരാളെ പറ്റി എന്ത് പറയാനാ? ഇമാജിനറി ബോയ്സ് അതെനിക്ക് ഇഷ്ടം മതിയിട്ട് ഓരോ സോറൊന്നോ പെർമനന്റ് കൃഷി. അനക്കുണ്ടോ? അനക്ക് അമ്മ ഒബ്സർവേഷൻ പറയുമോ? സെൻഡ് യുവർ ചൈൽഡ്ഹുഡ് ഫോട്ടോ. സെൻഡ് ചെയ്യാം ആർക്ക്? ഞാൻ കാണിച്ചു ഗുഡ് ഫ്രണ്ട്സ്. എനിക്കൊന്ന് കിടന്നു സമ്മതിക്കും. ഞാനേ അവിടെ വരെ ഒന്ന് കാണിച്ചു. ഞാൻ സൈഡ് വീഡിയോ ആയിട്ടാണ്, ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. അല്ല ഞാൻ സൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്റെ സൈഡ് ഫോട്ടോ ഇവിടെ 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 ഞാൻ കൊടുക്കാം. പിന്നെ ചൈൽഡ്ഹുഡ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ? എനിക്ക് ഫേവറേറ്റ് കളറില്ല. മറ്റേ മൂവി സോങ് പോലെ തന്നെയാണ്. എനിക്ക് എല്ലാ കളറും ഇഷ്ടം കണ്ടോ, എല്ലാ കളറും ഇഷ്ടം. പിന്നെ ഡ്രൈവിംഗ് അറിയോ? കാർ ഞാൻ ഓടിക്കൂല. ബൈക്ക് ഓടിക്കും കേട്ടോ. ബൈക്ക് ഞാൻ അങ്ങനെ പോകും. സ്കൂട്ടർ എങ്ങനെ പോകും? അല്ല അത്രയുള്ളൂ. കാർ മാത്രം ഓടിക്കാൻ അറിയില്ല. ബാക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ എന്റെ മുറ്റത്ത് കൂടി ഓട്ടാറുള്ളൂ കേട്ടോ. ഓക്കെ, കിടക്കാറില്ല. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ പറയാൻ പറ്റുമോ? ല്ലേ ഞാൻ ചുറ്റുമല്ല. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ഞാൻ A+ ആണ്. A പോസിറ്റീവ്. A+ എന്ന് പറയാൻ ഇഷ്ടം. ഞാൻ ഓപ്പോസിറ്റീവ്. സാധാരണ എല്ലാത്തിലും ഓപ്പോസിറ്റീവ് ആണല്ലോ. ഇവിടെ എന്താ ഓപ്പോസിറ്റീവായി? പോസിറ്റീവ് AB പോസിറ്റീവ്, AB നെഗറ്റീവ്. ഇനി ബ്ലഡ് നെഗറ്റീവ് ഭയങ്കര വേറാണ്, O നെഗറ്റീവ് ഭയങ്കര വേറാ. ഇനി AB മോളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? സാവിയോയിലാണ് പഠിക്കുന്നത്. കാണുന്നില്ല. ദേവഗിരി ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഓക്കെ, അപ്പൊ ഞങ്ങള് സേവിയോ സ്കൂളിലാണ് പഠിക്കുന്നത്. മോളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സേവിയോ സ്കൂളിൽ പഠിക്കുന്നതാണ്. സേവിയോ അല്ല കേട്ടോ, സാവിയോ. ഞാൻ സാവിയോ എന്ന് പറയുന്നത് എല്ലാരും ഇങ്ങോട്ട് സേവിയോ. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയാണ്. ഞാൻ സാവിയോ എന്ന് പറഞ്ഞൊരു ചേട്ടനോട് അപ്പൊ അപ്പൊ ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമന്റ് ഇടണം. മെഡിക്കൽ കോളേജുള്ള സ്കൂളിലെ സേവിയോ എന്നാണോ സാവിയോ എന്നാണോ പറയുന്നത്? ഞങ്ങളെ കുറിച്ച് സാവിയോ പഠിച്ച അത് കഴിഞ്ഞാൽ പിന്നെ ഡ്രീം ഡെസ്റ്റിനേഷൻ വെച്ചാൽ എനിക്ക് 3 ആണ് കേട്ടോ. ഒന്ന് എനിക്ക് ഫിൻലാൻഡ് പോകണം, ഇപ്പൊ എനിക്ക് പാരീസ് പോകണം, പിന്നെ ഒന്നുകൂടില്ലോ യുഗാണ്ടേ പോകണം. അമേരിക്ക ഡ്രീം പോലും ഓർമ്മ ആണ്. അമേരിക്കയാണ് എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഇങ്ങോട്ട് എത്ര വട്ടം പറഞ്ഞേ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് അമേരിക്ക എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഡ്രീം ഡെസ്റ്റിനേഷൻ പാരീസ്, USA, ഫിൻലാൻഡ്. ഓക്കെ, നെക്സ്റ്റ്. എനിക്ക് ആ സംസാരം ഇഷ്ടമായി.
അതല്ലേ ഇയറിംഗ് റിംഗ് കളക്ഷൻ ഒക്കെ ഉണ്ട്. ഇല്ല ആൾക്കാരെ കാണിക്കൊക്കെ ഇഷ്ടമില്ല. ചേച്ചി എക്സാം റിവീൽ ചെയ്യും. ഇല്ല ഒട്ടില്ല. അത് ഞാനങ്ങ് മറക്കാൻ വേണ്ടി SSLC റിസൾട്ട് എന്തായാലും പബ്ലിഷ് ചെയ്യും. കാരണം നാട്ടുകാരോട് പറയണ്ടല്ലോ, യൂട്യൂബ് ചാനൽ എടുത്ത് കാണാൻ പറയുമ്പോൾ വ്യൂവേഴ്സ് ഒന്ന് കൂടുതൽ. അത് നല്ലൊരു അത്ര നല്ലതായി തോന്നിയില്ല. ഞാൻ മറക്കാൻ വേണ്ടി ഇങ്ങനെ ടൂറൊക്കെ വന്നതാ. പബ്ലിക്കിന്റെ മാർക്ക് റിവീൽ ചെയ്യണേ. വാട്സ് ഇൻ മൈ ഫോൺ ചെയ്യോ? ഇത് ഞാൻ ഇപ്പൊ ചെയ്യണം. ഇവരൊക്കെ എണീച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ചെയ്യാം. വാട്സ് ഇൻ മൈ ഫോൺ. എനിക്കതിനൊക്കെ കുഴപ്പമില്ല. അവിടെ പോയിട്ട് ചെയ്താ എന്റെ ഫോണിക്ക് തന്നെ ടോപ്പ് 3 ഫേവറേറ്റ് യൂട്യൂബർ എന്നാണ് ഉദ്ദേശിച്ചത്. ഇഷ്ടമില്ലെങ്കിലും പറഞ്ഞ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എങ്കിലും പോകും. എനിക്കുണ്ടല്ലോ, എനിക്ക് കൊറേ പേര് അതന്നെ. എനിക്ക് മറ്റേ പോലെ തന്നെ എല്ലാവരും ഇഷ്ടമാണ്. പേളിമാണിന്റെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതൊക്കെ നല്ല ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ കാർത്തിക് സൂര്യന്റെ ഞാൻ ഉണ്ടല്ലോ കാർത്തിക് സൂര്യന്റെ ഇപ്പൊ കാണാൻ തുടങ്ങി. കാർത്തിക് സൂര്യന്റെ ഭാര്യ കൂടി ഒരു വർത്താനം ഒരു എഡിറ്റിംഗ് ഒക്കെ നല്ല ഇഷ്ടമാണ്. അടിപൊളിയായിട്ട് ആ ഒരു വീഡിയോ ഞാൻ വർത്താനം ഇങ്ങനെ കേട്ട് ഇങ്ങനെ പോകാൻ തോന്നും. ചിലവർ ഇത് കേട്ടാൻ തോന്നൂല. അങ്ങനെ പിന്നെ തനി മലയാളം. പിന്നെ മറ്റേത് ഈ എനിക്ക് പറഞ്ഞത് തനി മലയാളം അപർണ നമ്മൾ പറഞ്ഞില്ല പോലെ ഉണ്ട് കാണാൻ. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനും ഇവളും കൂടി ഞങ്ങൾക്ക് ഓരോ ശിവരാത്രി ഡാൻസ് ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ അവിടെ ചേച്ചിന്റെ വീട്ടിൽ പോയിട്ട് പഠിക്കലാണ്. അതിന് വേണ്ടി മാത്രം. അല്ല ഞങ്ങൾ ഡാൻസ് പഠിക്കണമെന്നില്ല. എനിക്ക് ശിവരാത്രി ഡാൻസ് കളിക്കാൻ സാധിച്ചില്ല. ശിവരാത്രിക്ക് ആകെ ഒരു ശിവരാത്രി കളിച്ചല്ലോ. നവരാത്രിക്ക് ഞങ്ങൾ 3 ദിവസം കളിച്ചു. ഒന്ന് പാടി മാസം ഒന്ന് ചുവപ്പ്. നവരാത്രിക്ക് 2 പ്രാവശ്യം ഹരഹര മഹാദേശത്ത്, 2 പ്രാവശ്യം നവരാത്രി, 2 പ്രാവശ്യം ശിവരാത്രി കളിച്ചു. പിന്നെ മറ്റേ വായനശാലയിൽ അങ്ങനെ പല സ്ഥലത്ത് ഞങ്ങൾ സ്ഥലങ്ങളിലൊക്കെ പോയി കളിക്കാറുണ്ട്. ഡാൻസ് പാർട്ട്നേഴ്സാണ്. അടിപൊളി ഡാൻസ് സ്വയം പൊക്കെ കഴിക്കരുത്. ചേച്ചി ഫ്രണ്ട്സിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്യുമ്പോ അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നേ. ഞങ്ങളുടെ മിനി വ്ലോഗ്സ് ഒക്കെ ചെയ്യും കേട്ടോ. ഞാൻ കൊറേ മിനി വ്ലോഗ്സ് ഒക്കെ പെട്ടിക്കുന്നത്. എനിക്ക് അതിപ്പോൾ വരാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ യൂട്യൂബ് ചാനലൊക്കെ കുറെ മിനി വ്ലോഗ്സ് കാണാം. വ്ലോഗ്സ് ഒക്കെ ഇടണേ. പിന്നെ ഇടാണ്ടിരിക്കുഞ്ഞി മിനി വ്ലോഗ് ഒക്കെ കേട്ടോ. ഞാൻ ലോങ് വ്ലോഗ് ഞാൻ ഇടാറില്ല. ടൂറിന്റെ വ്ലോഗ് ഞാൻ അടുത്ത ദിവസം വയ്ക്കാം. ഇനി സൗണ്ട് വെക്കരുത് കേട്ടോ. ആരുടെ യൂട്യൂബ് ചാനലിൽ നിന്നാ ഇൻസ്പയർഡ് ആയത്? ആരൊന്നും ഇൻസ്പയർഡ് ആയില്ല. ഇതൊക്കെ എന്താ ഇവിടെ എന്റെ വീഡിയോ എന്തൊക്കെ പോകുന്നുണ്ട്. ടൂറിന് വന്നതാണ്. നിവേദ എന്താ വൃത്തിയിലായിരിക്കുന്നു. ഇൻസ്പയർഡ് ആയത് ഇവിടെ എന്താ ഡ്രോയിങ് പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ മ്യൂറൽ പഠിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. Who is your best friend? ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. കുറെ നേരം പറഞ്ഞു. ഊഹിച്ചു റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ കുറെ നേരം പറഞ്ഞു മടുത്ത് പറഞ്ഞതാണ്. പിന്നെ വിച്ച് സ്കൂള് പറഞ്ഞ് സാബിയോ കിട്ടില്ല. റെസ്റ്റോറൻറ്റ് വിച്ച് സ്കൂള്
വാട്സ് ഇൻ യുവർ ബാഗ് വീഡിയോ ചെയ്യോ? ഞാൻ പറഞ്ഞേ ചെയ്യാം. സുഖമാണോ? പിന്നെ നിങ്ങൾ ഭയങ്കര പറയാൻ സുഖല്ലേ? ട്രിപ്പിന്റെ ലൈഫിന് ബാഗിന്റെ ചോറ് ഇടണമെങ്കിൽ നിങ്ങൾ പറയാം, അങ്ങനെയാണെങ്കിൽ ആ. കൊണ്ടിട്ടു. സ്കൂൾ ലൈഫ് എങ്ങനെ പോകുന്നു? വളരെ നന്നായി പോകുന്നു. അതന്നെയല്ലേ ഇതൊക്കെ സ്കൂൾ ലൈഫിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ഓക്കെ. അപ്പം ഞാൻ വളരെ ഹാപ്പി ആയി പോകുന്നു എൻ്റെ സ്കൂൾ ലൈഫിൽ. ഉറക്കം തോന്നിയല്ല. ഞാൻ അവരൊക്കെ പിടിച്ചു വെച്ചത് വൈകി നേരത്തെ പോയി കിടന്നുറങ്ങി. വെറുതെ ഒന്ന് കിടന്നുറങ്ങിയിട്ട് ഇങ്ങോട്ടൊന്ന് നല്ലൊരു 12 എങ്ങനെ വാട്ട് ഈസ് ദ റീസൺ ടു ദിസ് ചാനൽ? വൃത്തിയില്ലാത്തൊക്കെ പിന്നെ വാട്ട് ഈസ് ദ റീസൺ ടു ദിസ് ചാനൽ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ടു ദിസ് ചാനൽ? അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ തെറ്റാണ് എന്നാ പറയുന്നത്. വാട്ട് ഈസ് എന്താ ശരിക്കും റീസൺ ഫോർ ടു സ്റ്റാർട്ട് ദിസ് ചാനൽ ആണ് തുടങ്ങാനുള്ള കാരണം തെറ്റാണ്. എന്തായാലും ക്വസ്റ്റ്യൻ തെറ്റാണ്. എന്തായാലും എന്താ തുടങ്ങാനുള്ള കാരണം? അതുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വ്ലോഗ് ചെയ്യുക ഇടുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ റീൽസ് എടുക്കണ്ടേ പോലെ കുട്ടിക്കൈ നാളത്തെ മുറിഞ്ഞിട്ടില്ലേ മൂട് നിറച്ച് മുമ്പിക്കും നോക്കുമ്പോ മൂട് ഉറച്ചുറപ്പിക്കുന്നു. കിടന്നുറങ്ങി അച്ഛൻ നല്ല ഉറക്കം വരുന്നു. എല്ലാരും കിടന്നുറങ്ങി. ഈ കുറിച്ചായിട്ട് വായിച്ചു കഴിഞ്ഞില്ല. റീൽസ് അടുക്കണ്ടേ പോലെ റീൽസ് എടുക്കണ്ടേതാണോ? എടുക്കണ്ടേ പോലെ റീൽസ് എടുക്കാണ്ടേ പോലെയാണോ? വായിക്കാറിയാം, നോക്കാൻ വായിച്ചു. അതിനല്ലേ വൈകി അങ്ങനെയാണ്. ആ കറക്റ്റാ. റീൽസ് എടുക്കാണ്ടേ പോലെ റീൽസ് എടുക്കണ്ടേ പോലെയോ? പുറത്ത് കേരളത്തിന് പുറത്ത് പോലെ റീൽസ് എടുക്കണ്ടേ മോളേന്നായിരിക്കും. മോളേന്നാണോ? റീൽസ് എടുക്കണ്ടേ മോളേന്നോ? എടുക്കണ്ട മോളെ വരൂ. എടുക്കണ്ടാണോ നീ? റീൽസ് എടുക്കണ്ട പോലെ അതിന് മതിയടി കിടന്നുറങ്ങാം. ഇവിടെ കഴിഞ്ഞ അവസാനം റീൽസ് എടുക്കണ്ട പോലെ എനിക്ക് മനസ്സിലായിട്ടോ ക്വസ്റ്റ്യൻ എന്താന്ന്. അപ്പൊ അത് ഞാൻ പറയും ആൾക്കാരിപ്പോ അപ്പൊ അത് കമന്റ് ഇട്ട ആളൊന്ന് അടിയിൽ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടണോ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. റീൽസ് എടുക്കണ്ട പോലെ ഹൂ നോസ് മീ ബെറ്റർ ചെയ്തൂടെ? അതില്ല ഞാൻ ചെയ്യണം വിചാരിച്ച ബുക്ക് കൊണ്ടുവരാൻ ചെയ്യാൻ പറ്റൂല, കാരണം എല്ലാരും ഉറക്കപ്പിച്ചില്ല ഒരു ബോധമില്ലായിരിക്കും. അപ്പൊ നമ്മള് പറയാൻ പറ്റില്ല. ഇപ്പൊ കൊറേ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞു. നമ്മള് ഇനി വേറെ ദിവസം സിനിമ ഇഷ്ടമല്ല, ട്രാവലിംഗ് വീഡിയോസ് ചെയ്യുമോ? ചെയ്യാം, പക്ഷെ ട്രാവൽ ചെയ്താലല്ലേ വീഡിയോ ചെയ്യാൻ പറ്റും. ട്രാവൽ ചെയ്താൽ അടുത്തൊരു മൈസൂർ. അപ്പൊ ഞാൻ ഇപ്പൊ മൈസൂർ കൂർക്ക് പോയതിന്റെ വീഡിയോ ഞാൻ ഇട്ടാവോ? എന്താ യൂട്യൂബ് ചാനൽ ഉറക്കം യൂട്യൂബ് ചാനലിന് ഇങ്ങനത്തെ വെക്കാൻ കാരണം ഇങ്ങനത്തെ പേര് വെക്കാൻ കാരണം എന്താ? കാരണം ജസ്റ്റ് ഫോർ രസം, അതന്നെ അർത്ഥം. ജസ്റ്റ് ഫോർ രസം, എല്ലാത്തിനും എന്റെ യൂട്യൂബിൽ എന്ത് വീഡിയോ കാണാനും ആ ഒരു യൂട്യൂബിന്റെ പേര് ചേർക്കാൻ
ജസ്റ്റ് ഫോർ രസത്തിനാണ് ഞാൻ ഈ ചെയ്യുന്നതും ഒക്കെ. ഹോബീസ് എന്തൊക്കെയാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ തോണ്ടുന്നതിന്റെ ഹോബിയാണ്. ബൈക്കിന്റെ ഹോബിയല്ലടി. പിന്നെ എനിക്ക് വെറുതെ തേരാപ്പാര നടക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ മിക്സ്മാരെ അടുത്ത് പോയി എപ്പോഴും ഡോട്ട് വയ്ക്കുന്ന ഇഷ്ടമാണ്. എപ്പോഴും ക്ലാസ് വയ്ക്കുന്ന ഇഷ്ടമാണ്. യൂട്യൂബില് ക്ലാസ് ടൈമിൽ കുത്തിയിരുന്ന് ചിത്രം വരയ്ക്കുന്നത് ഇഷ്ടമാണ്. കളിക്കുന്ന വീട്ടിൽ പോയി ദിവസം പഠിക്കുന്ന ഇഷ്ടമാണ്. അല്ല ക്ലാസ് ടൈം കുത്തുന്നിട്ട് എന്റെ വൈകാനെ എന്താക്കല് എന്താ അതിന് മാത്രം എന്താക്കല് പിന്നെ യൂട്യൂബ് ചാനലിൽ വെറുപ്പിക്കല അത്ര തന്നെ. പിന്നെ ഹോബി അത്രയൊക്കെയാണ്. നിക് നെയിം എന്താ എന്റെ ശ്രീകുട്ടി. എനിക്ക് കുറെ നിക് നെയിം ഉണ്ട് ഗൈസ്. അതിനകത്ത് നോക്കുകയാണെങ്കിൽ ശ്രീകുട്ടിയാണ് എന്റെ മെയിൻ നിക് നെയിം. അത് കഴിഞ്ഞിട്ട് എനിക്ക് നെക്ക് പെയിൻ ഉണ്ട്. ബാക്കിയുള്ള അത് മോശം ബ്ലോക്കേഴ്സ് തന്നെ ഇട്ടോ, കുഴപ്പമില്ല. ബ്ലോക്കേഴ്സ് തന്നെ ഇട്ടോ. നാട്ടു നോക്ക്. അപ്പം ഇനി അല്ലേ അപ്പൊ എനിക്ക് കഞ്ചാവിനുള്ള പേര് വരാൻ കാരണം ഞാൻ ക്ലാസ്സിൽ കഞ്ചാവ് പഠിക്കാൻ പിടിച്ചോണ്ട് കേട്ടോ. വിശ്വസിച്ചു ഞാൻ ക്ലാസ് കഞ്ചാവ് എങ്ങനെ ചുമ്മാ ഒരു കുട്ടി ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ ഇരുന്ന് കഞ്ചാവ് പറയണ്ട. ഞാൻ പറഞ്ഞ കമന്റി ആരായിരുന്നു എന്നെ കഞ്ചാവ് വിളിച്ചു? ഞാൻ അത്ര കേട്ടില്ല. 8 7 8 നെക്ക് പെയിൻ 8 എനിക്ക് വേറെ കൂടില്ല. അപ്പം ഇവളെ അറിയില്ലല്ലോ. ഓ 8 അപ്പോൾ NTS അല്ലേ? വെള്ളിയാഴ്ച ആവുമ്പോണ്ടല്ലോ ലൈറ്റിങ് വേറെ കഴിക്കും. അല്ല വെള്ളിയാഴ്ച അത് സ്കൂള് ലീവ് ആയപ്പോഴാ. സ്കൂള് കൂട്ടുന്നതിന് 2-3 വെള്ളിയാഴ്ച ആകുമ്പോൾ ഞാനും കൂടി ആടുന്നത് മറ്റേ ദേവഗിരി കോളേജ് ചേച്ചിമാരെ വായ നോക്കാൻ ഓർമ്മയുണ്ട്. സോറി ഒബ്സർവേഷൻ. പിന്നെ എന്താണ് പിന്നെ എനിക്ക് ഒന്നും കൂടി ഉള്ളത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാം. പിന്നെ എനിക്ക് ശ്രീ ഉണ്ട്. ശ്രീകു സീക്കു എന്ന് എന്റെ അമ്മ വിളിക്കാം. എങ്ങനെ ഞാൻ സ്നേഹത്തോടെ വിളിക്കാം സീക്കു. അല്ല ഞാൻ കേൾക്കണല്ലോ മോളുസേ മോളുസേ ഏതാ ശ്രീ എന്താ വിളിക്കുന്ന മോളുസേ. ഉണ്ണി ഇവിടെ അമ്മ അങ്ങനെ വിളിക്കാണേ. ഉണ്ണി വിളിക്കുന്നു. വൈകിട്ട് അനിയത്തി ഫോൺ എടുത്ത് എന്താ പറയാ അമ്മു ചേച്ചി ഇവിടെ ഇല്ല കേട്ടോ. അപ്പൊ ഞങ്ങള് ഇപ്പൊ രാത്രി സമയത്തേ പുറത്തു എങ്ങനെ ടീച്ചേഴ്സ് കണ്ടെങ്കിൽ സമയത്തിന്റെ അപ്പൊ ഇപ്പൊ സമയം 12 മണി കഴിഞ്ഞ് കാണുന്നുണ്ടോ? കൈ കാണിച്ചെടുക്കും. 12 മണി കഴിഞ്ഞിട്ടോ. അപ്പൊ ഇവിടെ ഉള്ള ഇവരൊക്കെ ഞാൻ പിടിച്ചു നിർത്തിയ വീഡിയോക്ക് വേണ്ടിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് അങ്ങനെ ഓപ്പോസിറ്റ് ഇപ്പൊ പറഞ്ഞ ഓപ്പോസിറ്റ് ഞാൻ പിടിച്ചു നിർത്തിയതല്ല. സ്വബോധത്തോട് വന്നത് അല്ല. നീ ഇപ്പൊ പറഞ്ഞത് എന്നെ പിടിച്ച ഞാൻ ഇവരെ പിടിച്ചു നിർത്തിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും എനിക്ക് അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്യണം. അതുപോലത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്യണ്ടെങ്കിലും കമന്റ് ചെയ്യണം. അതും കൂടി പറയും. ചെയ്യും. അപ്പൊ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അതാണ് എനിക്ക് വേണ്ടത്. സോറി നിങ്ങളുടെ സപ്പോർട്ട് അതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് ഞങ്ങള് സിനിമ ആരാടി മ്യൂട്ടാക്കി വെച്ചേ? മ്യൂട്ടോ വീഡിയോ